ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നല്ലൊരു ക്രിസ്മസ് ഡേ ആയിട്ട് നമുക്ക് അടിപൊളി ക്രിസ്മസ് സർപ്രൈസും ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആമിക്കുട്ടിയുടെ നമ്മൾ ആക്ടിവിറ്റിക്ക് കൊണ്ടുപോകുന്ന ലേണിംഗ് റിസോഴ്സ് സെൻറ്ററിൽ നിന്ന് അവർ ഫ്രീ ഡിന്നർ പ്രൊവൈഡ് ചെയ്യുമെന്ന് നമ്മളോട് പറഞ്ഞായിരുന്നു. പക്ഷേ ഗിഫ്റ്റിൻ്റെ കാര്യം നമുക്ക് സത്യത്തിൽ സർപ്രൈസായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവരുടെ ഗിഫ്റ്റിലുള്ളതെന്ന് നോക്കാം. മെയിലിനും ഫീമെയിലിനും വേണ്ടിയിട്ട് 2 സെപ്പറേറ്റ് പാക്സ്, പിന്നെ ബേബിക്ക് ഒരു ടോയ്, ബുക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ടോയ് തുറന്നു നോക്കേ. നല്ലൊരു അടിപൊളി പെൻഗ്വിൻ്റെ ടോയ് ആയിരുന്നു. ആമിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്രിസ്മസിന് കിട്ടിയ ഗിഫ്റ്റ്. അപ്പോൾ അവൾ അത് വെച്ച് ഇങ്ങനെ കളിക്കുകയായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു ബണ്ണി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ. ഇവർ ഓൾറെഡി നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടെന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവർ ഗിഫ്റ്റൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. മെയിലിനുള്ള ഗിഫ്റ്റിൻ്റെ പാക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേനും അതിൽ നമുക്ക് ഒരു 3 പെയർ സോക്സും പിന്നെ ഒരു ഗ്രൂമിങ് കിറ്റുമാണ് ഉണ്ടായേ. ഈ ഗ്രൂമിങ് കിറ്റിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ക്രബ്ബർ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് ലോഷൻ, അതുപോലെ ഫേസ് വാഷ്, പിന്നൊരു ഹെയർ സെറ്റിംഗ് ക്രീം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഫീമെയിലിനുള്ള ഒരു ഗിഫ്റ്റ് പാക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോഴത്തേനും അതിനകത്തുണ്ടായിരുന്നത് ഇതുപോലെ തന്നെ ഒരു 3 പെയർ സോക്സും പിന്നെ ഒരു കാഡ്ബറീസിൻ്റെ ഒരു ബോക്സും ആയിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഡിന്നറിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം കേട്ടോ. അധികം നമ്മൾ വിചാരിക്കുന്നത് ഇംഗ്ലീഷ് ഡിന്നർ തന്നെ ആയിരിക്കും എന്നാണ്. അപ്പോൾ 2 ഗ്രേവി, പിന്നെ ഇതുപോലെ തന്നെ മിൻസ്ഡ് പൈ ആണ് വേറെ ഉള്ളത്. ഇത് പിന്നെ ഇവിടുത്തെ ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ക്രിസ്മസ് പുഡിങ്. അത് മോസ്റ്റ്ലി നമ്മുടെ പ്ലം കേക്ക് പോലെയൊക്കെ ഇരിക്കും, പക്ഷെ അതിൽ റമ്മ് കൂടുതൽ ഒഴിച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അത് നമ്മൾ ചൂടാക്കി വേണം കഴിക്കാൻ. പിന്നെ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ഡിന്നർ. അത് 2 പേർക്കുള്ള പോർഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ യോർക്ക്ഷയർ പുഡിങ്ങും എല്ലാം വെച്ചിട്ട്. ഇതാണ് ആമിക്കുട്ടിക്ക് കിട്ടിയ വേറൊരു ഗിഫ്റ്റ്, ഒരു ബുക്ക്. അപ്പം നമ്മളങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി. ഇതിൽ നമ്മൾ ആകെ വീട്ടിലുണ്ടാക്കിയത് പായസമായിരുന്നു. അതല്ലാതെ നമ്മൾ ഈ ഡിന്നർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്തായാലും നല്ലതായിരുന്നു ഡിന്നർ. സോസേജ് ഉണ്ടായിരുന്നു, പിന്നെ ടർക്കി ഉണ്ടായിരുന്നു, റോസ്റ്റഡ് ടർക്കി ഉണ്ടായിരുന്നു. അതിനെ കവർ ചെയ്തിട്ട് ഒരു ബേക്കൺ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്. ഇതിൽ ആമിക്കുട്ടിക്ക് ടർക്കി ഇഷ്ടപ്പെട്ടായിരുന്നു, അവൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ കുറച്ചായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ആൾ. അങ്ങനെ നമുക്ക് കിട്ടിയ ചോക്ലേറ്റ്സിൻ്റെ ബോക്സ് പൊട്ടിച്ചു. അപ്പോൾ ഫുള്ള് കാഡ്ബറീസിൻ്റെ തന്നെയാണ്. ഡയറി മിൽക്ക്, പിന്നെ ബട്ടൺ ചോക്ലേറ്റ്സ്, ക്രഞ്ചി, അങ്ങനത്തെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ. നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ചെറിയ ബാറൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ചോക്ലേറ്റൊക്കെ കഴിച്ചു. പിന്നെ അവളിത് വെച്ചിട്ട് കളിക്കുകയായിരുന്നു. ഗ്രൂമിങ് കിറ്റിനകത്ത് ഒരു സ്ക്രബ്ബർ, പിന്നെ അതല്ലാത്തൊരു ബോഡി ലോഷൻ, ഷവർ ജെല്ല്, ഒരു 2-in-1 ഷാമ്പു വിത്ത് കണ്ടീഷണർ, ഒരു ഹെയർ വാക്സ്, അത്രയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിക്കാതെ നമുക്ക് കുറേ സർപ്രൈസ് കിട്ടി. നല്ലൊരു അടിപൊളി ഡിന്നർ കഴിച്ചു. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇന്നത്തെ.